മോർണിംഗ് കൂട്ടുകാരെ, ഇത് ഒരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ വർഷകാലം തുടങ്ങുന്നതിന് മുമ്പ് പുതുമഴയൊക്കെ പെയ്ത ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ നെറ്റിന്റെ പണിയും പിന്നെ ഞാനത് മാനേജ് ചെയ്ത കുറച്ച് കാഴ്ചകളുമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാർപ്പറ്റ് ഇവിടെ വിരിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റേജിലേക്ക് ഞാൻ ഇവിടെ എത്തിച്ചത് ഒരു 3 ദിവസത്തെ ഫുൾ ഡേ വർക്കാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ നടുവെല്ലാം കൂടി നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. അനങ്ങാൻ പോലും വയ്യാത്ത വിധത്തിൽ നന്നായിട്ട് നടുവേദനയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അയ്യോ അമ്മേ എന്നൊക്കെ പറയാൻ പറ്റിയ പാകത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് കേട്ടോ. എന്നാലും നമുക്കിത് ഫൈനലി ഈ ജോലികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്, എന്തൊക്കെയാ ഞാൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 4 ദിവസത്തെ എന്റെ ജീവിതം എന്ന് പറയുന്നത് പട്ടിപ്പണി പിച്ച് കാശ മുടിഞ്ഞ ജീവിതം എന്നുള്ള ഒരു മട്ടിലായി പോയിട്ടോ. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾക്കറിയാം, എനിക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പൂക്കളും ചെടികളും ഭയങ്കര ഇഷ്ടമാണ്, ഈ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, നാട്ടിൻ പ്രദേശത്ത് ജീവിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അശുഭ ചെപ്പിളും എന്നെ കളിയാക്കി പറയട്ടോ. ഞാൻ അവനോട് പറയും എന്റെ വലിയ ഡ്രീം എന്ന് പറയുന്ന ഫോറസ്റ്റിന്റെ നടുക്കൊരു വീട്, ആ ഒരു രീതിയിൽ എനിക്ക് വീടുള്ളത് എനിക്ക് ഇഷ്ടം എന്ന് പറയേ. അപ്പൊ അവൻ എന്നോട് പറയും അമ്മ ഇത് അമ്മേന്റെ ആഗ്രഹം പോലെ ഫോറസ്റ്റിന്റെ നടുക്കൊരു വീടല്ല, ഇതിപ്പോ വീട്ടിനുള്ളിൽ ഫോറസ്റ്റ്, ആ അവസ്ഥയിലാണ് ഇപ്പൊ അമ്മേന്റെ വീട് ഇരിക്കുന്നത്. ആ ഒരു രീതിക്ക് അവൻ എന്നെ ഇടയ്ക്ക് കളിയാക്കാറുണ്ട് കേട്ടോ. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാരെ, ഇങ്ങനെ നിറയെ പച്ചപ്പും തണുപ്പിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് പോകുന്ന ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇവിടെ പുതുമഴ പെയ്തു. പുതുമഴ പെയ്ത് ഇടിയും മിന്നലും മഴയും കാറ്റും എല്ലാം കൂടി ഒരു ഭീകര രാത്രി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് ഞാന് മുറ്റത്ത് വന്ന് നോക്കുമ്പോ ഇതാണ് അവസ്ഥ. ഞെട്ടിപ്പോയി. മുഴുവനും ചപ്പും ചവറുകളും ഒക്കെ പോട്ടെ, അത് പിന്നെ സാധാരണ നോക്കാം. പക്ഷെ ബോഗൺവില്ല, ഭയങ്കര മുള്ളുള്ള ബോഗൺവില്ലയാണ്, അത് മുഴുവൻ മറിഞ്ഞു മുറ്റത്തേക്ക് വീണ് കിടക്കുന്നു. പിന്നെ കുറെ മരങ്ങള് അതിന്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞിരിക്കുന്നു. പിന്നെ കുറെ പച്ചക്കറികളൊക്കെ നാശമായി പോയിരിക്കുന്നു. എല്ലാവർക്കും കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു ദിവസമായിരുന്നു. ഭീകര കൊടും മഴയായിരുന്നു കേട്ടോ അന്ന്. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് കാറ് മുറ്റത്തുനിന്ന് മാറ്റണമെങ്കിലും ഒക്കെ നമുക്ക് ഇത് റിമൂവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടാണല്ലോ. ഇവിടെ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പണിക്കാരെ ജോലിക്കൊക്കെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെ. പിന്നെ ഇങ്ങനെ വീട്ടുപണിക്കും പറമ്പിലെ പണിക്കൊന്നും ആളെ കിട്ടാനേ ഇല്ല. പിന്നെയുള്ള കുറച്ച് പേര് തൊഴിലുറപ്പിന് പോകും. തൊഴിലുറപ്പിന് പോകുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ വീട്ടുപണികൾക്കോ പറമ്പിലെ പണിക്കോ അല്ലാതെ പേഴ്സണലി വരുന്നതൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് നമുക്ക് ജോലികൾക്ക് ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം വെട്ടിമാറ്റി വൃത്തിയാക്കുക എന്നുള്ളത്. അശുഭജി ജോലിക്ക് പോയി. അപ്പൊ ഞാൻ ഇത് രാവിലെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് മടുത്തിട്ടോ. ഇനി ഇത് മുഴുവൻ നമ്മുടെ കൊറിയർ അയക്കലും ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. ബാക്കി ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ 3-4 ദിവസം എന്റെ പോകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പൊ പിന്നെ ഞാൻ അവനോട് ബ്രേക്ക്ഫാസ്റ്റ് മോള് ഷോപ്പിൽ നിന്ന് മേടിച്ചു തരാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മൂടൊക്കെ പോയി. അപ്പൊ അവൻ എനിക്ക് 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു തന്നു. അമ്മ രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ കഴിച്ചോട്ടെ എന്ന് ഓർത്ത് തോന്നുന്നു. അങ്ങനെ കൊച്ചു പോയി. പിന്നെ ഞാൻ ആ ഒരു വശവും പിന്നെ നോക്കുമ്പോ ഈ ഭാഗത്ത് ഇങ്ങനെ ഇവര് ഭയങ്കര പെരിച്ചാഴിയുടെ ശല്യമുണ്ട്, എലി. അപ്പൊ അതിങ്ങനെ മണ്ണെടുത്തിട്ട് മുറ്റത്തോട്ട് ഇങ്ങനെ എപ്പോഴും ഇടും. അതിന്റെ വേരൊക്കെ തപ്പി എന്തെങ്കിലും കിഴങ്ങൊക്കെ കിട്ടുമെന്ന് അവരിങ്ങനെ തപ്പുന്നതായിരിക്കും അങ്ങനെ. അപ്പൊ അതൊരു ഡിസ്റ്റർബ് ആയതുകൊണ്ട് ഞാൻ ഓർത്തു ആ ഭാഗവും കൂടി ഞാൻ ക്ലിയർ ആക്കാം. എന്തായാലും നമ്മൾ പണിയെടുക്കുവാണല്ലോ, കഷ്ടപ്പെട്ട് ഇപ്പം ഒരു ദിവസം 2 ദിവസം അത് റിമൂവ് ആക്കണല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഈ ഭാഗവും കൂടി ക്ലിയർ ആക്കി അവിടെ കുറച്ച് സ്പേസ് ആക്കാം. അവിടെ മുഴുവനും ചെടികളും ഇങ്ങനെ കുറച്ച് മരങ്ങൾ പോലെയൊക്കെ ഉള്ള ചെടികളൊക്കെ നീക്കുമായിരുന്നു. നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട് താഴേക്ക്. അപ്പൊ എന്തായാലും കഷ്ടപ്പാടായി. എന്നാ പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ആക്കി ക്ലിയർ ആക്കാൻ, മുറ്റം കുറച്ച് വിശാലമാക്കിയേക്കാൻ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ ഈ ബോഗൺവില്ലയ്ക്ക് ഭയങ്കര കട്ടുള്ള ഒരു തരം മുള്ളാണ്. നമ്മുടെ മേത്ത് ഒത്തിരി കൊള്ളും, കയ്യിലും കാലയിലും ഒക്കെ എത്ര ശ്രദ്ധിച്ചാലും. അപ്പൊ അതെല്ലാം ഞാൻ വെട്ടി അറുത്തറുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരഞ്ഞരഞ്ഞെന്ന് പറയില്ല, അങ്ങനെ ആക്കിയിട്ട് തെങ്ങിന്റെ ചോട്ടി കൊണ്ടിട്ടു. അതങ്ങനെ പിന്നെ കുറെ അടിച്ചു വാരി. അപ്പൊ ഒക്കെ കുറച്ച് ഇങ്ങനെ ഇത് ക്ലിയർ ആകുമ്പോൾ നമുക്കൊരാശ്വാസം. ഇവിടെ നല്ല ഒരു താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നെ, അതും ഈ കാറ്റത്ത് ഒടിഞ്ഞു വീണു. അത് പാവം തോന്നിട്ടോ. അതിനൊന്ന് എൻജോയ് ചെയ്ത് കുറച്ചു ദിവസം നിൽക്കാനുള്ള പ്രകൃതിയും കാറ്റും സമ്മതിച്ചില്ല, അത് പോയി. അപ്പൊ ഞാൻ അതിനെടുത്ത് ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ എന്നിട്ട് പിന്നെ ബാക്കി വീണ്ടും നമ്മുടെ ജോലികളെല്ലാം കണ്ടിന്യൂ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു. പിന്നെ അങ്ങ് പട്ടിപ്പണി എന്ന് പറയും പോലെ അങ്ങോട്ട് ജോലി തന്നെ ജോലി, വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് പുതുമഴ പെയ്യുന്ന സമയം, അതായത് ഈ വലിയ വർഷകാലത്തിന് തൊട്ട് മുമ്പുള്ള സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇടിയും മിന്നലും അങ്ങനെയൊക്കെ ആകും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മാക്സിമം ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളത്. ഒരു ദിവസം കൊണ്ട് തീരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അന്നത്തെ ദിവസം അങ്ങനെ കിടന്നുറങ്ങി.
നല്ല നടുവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മൂവൊക്കെ തേച്ച് കുറച്ച് ഹോട്ട് വാട്ടർ ബാഗിൽ ചൂടൊക്കെ പിടിച്ച് അങ്ങനെ അന്ന് കിടന്ന് ഇനി നാളെ ആട്ടെ എന്ന് ഓർത്തിട്ട് പിറ്റേ ദിവസത്തേന് വെയിറ്റ് ചെയ്തു ബാക്കിയുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട്. മഴ പെയ്യില്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും പിറ്റേ ദിവസം രാവിലെയായി. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അന്തരീക്ഷം ശാന്തമാണ്. അപ്പൊ ഇന്നും പുറമേ നിന്നും ഫുഡ് മേടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്ത് ഓക്കെ രാവിലെ കുക്ക് ചെയ്തിട്ട് ജോലികൾ തുടങ്ങാം. അപ്പൊ അശ്വിന് ഇഷ്ടപ്പെട്ട ഒരു മന്തി ചിക്കന്റെ രീതിയിലുള്ള ചിക്കനാണ്, അതൊക്കെ റെഡിയാക്കി വെച്ചു, ഒരു കറിയൊക്കെ വെച്ചു. എന്നിട്ട് അങ്ങനെ വീണ്ടും ദാമിറ്റത്തേക്ക് ഇറങ്ങി. ഇന്നാണ് കൂട്ടരെ ഞാൻ ഏറ്റവും കഠിനമായി ജോലി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ ചെയ്യേണ്ട ജോലി തന്നെയാണ്. അത്ര പേര് ഞാൻ തൂമ്പയും കൂടെ കിളച്ച് പറിച്ചു കേട്ടോ. അങ്ങനെ അത് മുഴുവൻ ഞാൻ റിമൂവ് ചെയ്തു. ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത് മുഴുവനും പറിച്ച് നമുക്ക് ഇവിടെ പിക്കാസ് അങ്ങനത്തെ എല്ലാ ആയുധങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചിട്ട് ഞാനത് കിളച്ച് പറിച്ച് നല്ല ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ റിമൂവ് ആക്കി ഞാൻ പിന്നെ അവിടുത്തെ മണ്ണെല്ലാം നിരത്തി അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് കേട്ടോ. പിന്നെ എന്റെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് എന്റെ 6th സെൻസ് എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ സെൽഫ് പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ കോമ്പൗണ്ടിന് ചുറ്റും അതിൽ കെട്ടി ഗേറ്റ്, പിന്നെ ഡോഗ്സിനെയൊക്കെ മേടിച്ചു. അങ്ങനെ എന്റെ ഒരു സേഫ് സോണൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉള്ളവരുടെ നമ്പറുകളെല്ലാം ഞാൻ സംഘടിപ്പിച്ച് എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ഒരു 90% കാര്യങ്ങൾ എനിക്ക് വീട്ടിലിരുന്ന് ഫോൺ വിളിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വരെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പിന്നെ ട്രാക്ടറുകാരനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ചിപ്സ് കല്ല് വേണം മുറ്റത്ത് നിരത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് നമ്മളറിയാം എപ്പോഴും ഞാൻ ഇവിടെ കല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരോട് മേടിക്കുന്നത്. അപ്പൊ അവര് വന്നു കഴിയുമ്പോൾ നമ്മൾ പേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ചേട്ടൻ വേഗം അത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിന്റെ നമ്പർ പറഞ്ഞു കൊടുത്തായിരുന്നു. നമ്മുടെ ഈ മുറ്റത്തിട്ടേക്കണേക്കാളും കുറച്ചും കൂടി ചെറിയ ടൈപ്പ് അങ്ങനെ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വലിപ്പമുള്ള ചിപ്സ് അങ്ങനത്തെ കൊണ്ടുവന്നു. പിന്നെ അത് മുഴുവൻ ഇവിടെ ഇട്ടു. എന്റെ മനസ്സിലൊരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിയിലെ മണ്ണാണല്ലോ, അപ്പൊ ആ മണ്ണ് മാറ്റിയിട്ട്, മണ്ണല്ല ശരിക്കും പറഞ്ഞ സിമന്റ് ആണ് ഇതിന്റെ അടിയില്. അതിന്റെ മുകളിൽ ഞാൻ ഒരാവേശത്തിന് 2-3 വർഷം മുമ്പ് അവിടെ മണ്ണ് കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് ചെടി നട്ടതാണ് കേട്ടോ. അപ്പൊ ഇനി ആ മണ്ണ് മുഴുവൻ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഠിനമായ ജോലിയാ. അതിനെ കൊണ്ട് വയ്യ കൂട്ടിയെ കൂടുതലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ചിപ്സ് മേടിച്ചിട്ട് ഇതിന്റെ മുകളിൽ നിരത്തിയിട്ട് നമുക്ക് കാർപ്പറ്റ് വിരിക്കാം. അപ്പൊ കുഴപ്പമുണ്ടാവത്തില്ല, മഴ പെയ്താൽ ഈ ചെളി വെള്ളമൊന്നും മുകളിലേക്ക് ആവത്തില്ല, അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഓർത്തു. അപ്പൊ അങ്ങനെ ഞാൻ ഈ ചിപ്സ് മേടിച്ചിട്ട് അങ്ങനെ ഇട്ടത് ട്രൈ ചെയ്ത് നോക്കാം ഓർത്തു. സക്സസ് ആവുമെന്ന് ഇല്ലെങ്കിൽ പോട്ടെ എന്താന്ന് വെച്ചാൽ അപ്പൊ കാണാം. ആ ഒരു രീതിക്കാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ ഇതെല്ലാം ചിപ്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ട് നേരെ നമ്മൾ പേ ഒക്കെ ചെയ്ത് അങ്ങനെ പോയി. അപ്പോഴേക്കും നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാര് അവരെപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അവര് ഭയങ്കര കൂട്ടാനുള്ളൂ കേട്ടോ. കുറെ നേരം ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞ അങ്ങനെയാണ് അവര് പോവാ. സ്ഥിരമായിട്ട് വരുന്നവരല്ലേ. അപ്പൊ അവർക്ക് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ അതെല്ലാം എടുത്തു കൊടുത്തു. കുറച്ചു നേരോട് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവരും പോയി. പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. വൈകുന്നേരം ആവുന്നതിന് മുമ്പ് മാക്സിമം ജോലിയാണ്. ഇതിപ്പോ 2ാമത്തെ ദിവസമായി. അങ്ങനെ അപ്പോ ഇത് പിന്നെ ഞാൻ അങ്ങനെ നിരത്താന്ന് ഓർത്തു കേട്ടോ. പക്ഷെ ഞാൻ ഓർത്തു ചെറിയ വെയിലൊക്കെ മാറിയിട്ട് കുറച്ച് മങ്ങിയ കാലാവസ്ഥയായിരുന്നു ബെറ്റർന്ന്. ശരിക്കും വെയിൽ കൊള്ളുവാണ് ഈ 2 ദിവസം. അപ്പൊ നോക്കുമ്പം കുറച്ച് സൺസ്ക്രീൻ ജെല്ലൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് എത്രയായാലും നമ്മള് മാറി നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ ജോലികൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. കാരണം മഴയൊക്കെ ആയാൽ കൂടുതൽ മഴ പെയ്താൽ മണ്ണൊക്കെ കുതിർന്ന് നാശാവൂലേ. അവിടെ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ മെനിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു. മെനിച്ചേട്ടൻ അത് എടുത്തിട്ട് വന്നിരുന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നതിൽ അത്ര മടിയുള്ള കൂട്ടത്തിലൊന്നല്ല കേട്ടോ. ഞാനൊരു കർഷക ഫാമിലിയിലായതുകൊണ്ട് എനിക്ക് ഇത്തരം ജോലികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ ഏജും നമ്മുടെ ആരോഗ്യവും നടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ ഇത്തരം ജോലികൾ. അല്ലെങ്കിൽ നമുക്ക് കുറെ സ്ഥലവും വയലും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ജോലികളും അറിയാം. ഞാറ് നടാൻ അറിയാം, ഞാറ് പറിക്കാൻ അറിയാം, നെല്ല് കൊയ്യാൻ അറിയാം, മെതിക്കാൻ അറിയാം, അതുപോലെ ഇങ്ങനത്തെ കിളയ്ക്കാൻ അറിയാം, എല്ലാം നടാൻ അങ്ങനത്തെ സംഗതികളൊക്കെ എനിക്കറിയാം. ഈവൻ മരത്തിൽ കയറാൻ വരെ എനിക്കറിയാം. അതൊക്കെ സ്ഥിരമായിട്ട് ശീലിച്ചേക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ജോലി ചെയ്യുന്നതിന് മടിയില്ലാത്ത മനസ്സാണ് കേട്ടോ. എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ ഈ ആരെങ്കിലും പറ്റിച്ചൊക്കെ ജീവിക്കുക, അല്ലെങ്കിൽ ഒപ്പിച്ചൊക്കെ ജീവിക്കുക, കള്ളത്തിലൊക്കെ കാണിച്ച് ജീവിക്കുക, അതൊന്നും എന്റെ നിഘണ്ടുവിലേ ഇല്ലാത്ത കാര്യം. എനിക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി അത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഫ്രൂട്ട്സ് നമ്മൾ തന്നെ എൻജോയ് ചെയ്യുക, ആ ഒരു രീതിയിൽ ജീവിക്കാനാ മാക്സിമം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു പോളിസിയാണ് എന്റെ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുന്നതിന് എനിക്ക് ഒരു മടിയില്ല. അങ്ങനെയാണ്, എനിക്കിഷ്ടമാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിറ്റേ ദിവസമായി കേട്ടോ. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് 3ാമത്തെ ദിവസമാണ് ഇത്. അപ്പൊ പോയിട്ട് എനിക്ക് കാർപ്പറ്റ് മേടിച്ചിട്ട് വന്നു. അതിന് മുമ്പ് ഞാൻ അതിന്റെ അളവെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് ഇത് മേടിച്ചിട്ട് വന്നു. കുറച്ച് വെള്ള
കല്ലുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുകളും ഒക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോ എന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ ഇതെല്ലാം വിരിച്ച്, ഭാഗ്യത്തിന് ഇത്രയും ദിവസം മഴ പെയ്തിട്ടില്ല കേട്ടോ, അപ്പോ ഇതെല്ലാം വിരിച്ചൊന്ന് വൃത്തിയാക്കാന്നുള്ളതാണ്. ഇതിന് നല്ല ഭാരമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽപ്പ് വേറെ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് എനിക്കിത് ഒരു 1.5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പണിയായിരുന്നു. പക്ഷെ ഇതിപ്പം ഞാൻ 3ാമത്തെ ദിവസത്തിലേക്ക് എത്തി, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അമൃത വിളിച്ചിട്ട് എല്ലാ ദിവസം പോയി, ചേച്ചി ഇത്ര ഹാർഡ് വർക്ക് ചെയ്യില്ലേ, ഒറ്റയ്ക്ക് അവൾക്ക് വരാൻ പറ്റില്ല, അവള് പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, ഇല്ല നീ വരണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാനും എന്റെ ഹൈറമോളും ലിയോണക്കുട്ടിയും കൂടിയാണ് ജോലിയൊക്കെ ചെയ്യണത്. അവർ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നേന്നുള്ള മട്ടിൽ നോക്കും, ഭയങ്കര സ്നേഹപ്രകടനം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ മുള്ളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അവരെ അങ്ങ് സ്ഥിരം അഴിച്ചു വിടും കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിന്റെ എല്ലാം ലെന്ത് നോക്കിയിട്ട് ഫുള്ള് ഞായിട്ട് ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷവും കോൺഫിഡൻസ് ഒക്കെ ആയിട്ട്, ഓക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് സക്സസ് ആവും. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കുളം ആവോ, മണ്ണും ചെളിയും എല്ലാം കൂടി മുറ്റത്ത് നാശാവോ എന്നൊക്കെ ഓർത്തിട്ട്. ഇതിന്റെ അടി മുഴുവൻ സിമെന്റാ, പക്ഷെ അവിടം വരെ ഞാനിത് ആ മണ്ണ് മുഴുവൻ റിമൂവ് ചെയ്ത് കളയാന്ന് പറയുന്നത് ഭയങ്കര ജോലിയായി പോവല്ലോ, അങ്ങനെയൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നത്. പക്ഷെ ഈ പോയിന്റ് എത്തിയപ്പോ എനിക്ക് ഓക്കെ ആയി. പക്ഷെ എനിക്ക് എന്റെ നടുവിന് ഏറ്റവും പണി തന്നത് ഈ സ്റ്റെപ്പ്, നമ്മളിങ്ങനെ നടക്കുന്ന നടപ്പാത പോലെയുള്ള ഈ കല്ല് ഞാൻ കെട്ടിവലിച്ച്, അപ്പുറം നമുക്ക് കുറെ കല്ല് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ടേക്ക് കുറെ ദൂരം എടുത്തോണ്ട് വന്നു. അത് എനിക്ക് 8ന്റെ പണി കിട്ടി. എന്റെ നടു ശരിക്കും വിലങ്ങിട്ടോ, ഭയങ്കര ഭാരമുള്ള കല്ല്. ഞാനും അശ്വനും കൂടി ഞെക്കിമുക്കിയാണ് ഇത് സത്യം പറഞ്ഞ മേടിച്ചോണ്ട് വന്ന ദിവസം ഞങ്ങൾ ഇത് കുറെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചത്. അതാണ് ഞാനിപ്പോ ഒറ്റയ്ക്ക്. പക്ഷെ എന്നാലും എന്റെ സ്വഭാവം ഇതാണ് കേട്ടോ, എനിക്കൊരു കാര്യം പ്ലാൻ ചെയ്താൽ പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ അലസാ ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാം, അങ്ങനെ എനിക്ക് പറ്റത്തില്ല. എനിക്കത് എങ്ങനെയല്ല അപ്പൊ തന്നെ ചെയ്തു തീർക്കണം. അങ്ങനെയാണ് രാത്രി എന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, കൊച്ചു ഞാൻ മരിച്ചു, എന്നെ കുഴിയിട്ടിട്ടാ മതി, എനിക്കിനി ഒന്നിനും വയ്യ, ഡിന്നർ ഒന്നും ഉണ്ടാക്കാൻ വയ്യ, നീ എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോരെ, എനിക്ക് ഇല്ലെങ്കിലും പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ, എന്താ നൂഡിൽസ് എന്താ ഉണ്ടായിക്കോളാം. അപ്പൊ അവർ പറഞ്ഞു ഇല്ലാമ ഞാൻ ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച്, രണ്ടുപേരെ സംബന്ധിച്ച് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ദാവൻ ബ്രോസ്റ്റ് മേടിച്ചിട്ട് വന്നു. നല്ലൊരു ബ്രോസ്റ്റ് കട പുതുതായിട്ട് നമുക്ക് നമ്മുടെ നിയർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൻ അത് മേടിച്ചിട്ട് വന്നു, നല്ല ചൂടോടുകൂടി നല്ല തട്ട് തട്ടിട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ 4ാമത്തെ ദിവസമാണ്. അപ്പൊ ഞാൻ ഇതുപോലത്തെ കുറച്ച് സ്പെഷ്യൽ കല്ലുകൾ മേടിച്ചു, കുറച്ചും കൂടി മേടിക്കണം, ഈ സൈഡ് മുഴുവൻ അങ്ങനെ ഇടണമെന്ന് ഞാൻ ഓർക്കണം അതൊക്കെ. എന്നിട്ട് പിന്നെ അതെല്ലാം പിറ്റേ ദിവസം ഈ ചാമ്പ, പച്ചച്ചാമ്പ ഉണ്ട് നമുക്കിവിടെ നിറയെ വീണ് കിടക്കയില്. പക്ഷെ അതിന് വരെ ഒരു ഭംഗി തോന്നിട്ടോ, നമ്മുടെ കാർപ്പറ്റിന്റെ മുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മുടെ മുറ്റം കുറെ വലുതായ പോലെ, പിന്നെ ഭയങ്കര പച്ചപ്പ്, ശാന്തത, നമുക്ക് നടക്കാനൊക്കെ അടിപൊളി ഒരു ഏരിയ ആയിട്ടോ അവിടെ. നേരത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്, എന്റെ നടു പോയെങ്കിലും ഭയങ്കര വേദനയായെങ്കിലും ഇത് ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ തന്നെ അതങ്ങ് ചെയ്തേക്കാന്ന് വെച്ചത് നല്ലതായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഈ നല്ല മഴ പെയ്യുമ്പോഴും ഇവിടെ നല്ല രസമാണ്, കൊടയൊക്കെ ചൂടി ആ ഒരു കാർപ്പറ്റേക്കൂടെ നടക്കാൻ നല്ല രസമാണ്, ഇടിമിന്നലൊന്നും ഇല്ലാത്തപ്പോ. അല്ലാതെ തന്നെ വെറുതെ ഞങ്ങള് രാവിലെ മുതൽ പലവട്ടം ഇതിൽ നടക്കൂട്ടോ മുറ്റത്തോടെ, ഭയങ്കര രസമായിപ്പോ. അത് ഭയങ്കര പിന്നെ ഇവിടെ ഉണ്ടാകുന്ന എത്ര പൂ ഒരു ദിവസം വിരിയുന്നു അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് നോക്കും. പിറ്റേ ദിവസം ഒരു എക്സ്ട്രാ പൂ വിരിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. പിന്നെ അതിന്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അതിനെ ഒന്ന് തൊട്ടുതലോടി എൻജോയ് ചെയ്ത് സ്മെല്ലൊക്കെ നോക്കി, അങ്ങനെയാണ് കേട്ടോ എനിക്കതുകൊണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവരെ കുറച്ചു നേരം ഇങ്ങനെ കെട്ടിയിട്ടു കേട്ടോ. അപ്പൊ അവര് ചോദിക്കുക കഴിഞ്ഞു വന്നാ പിന്നെ ഞങ്ങളും കൂടി വരാം എന്റെ കൂടെ നിന്ന്. ഡിയോണേന്റെ അടുത്ത് നിൽക്കുമ്പോ അയരക്ക് പേടിയാ അതെന്നെ അറ്റാക്ക് ചെയ്യുമെന്ന്, അതുകൊണ്ട് അത് ഭയങ്കര ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങള് 3 പേരും കൂടി ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി പോയിട്ടോ, ഇത് കണ്ടിട്ട് ഭയങ്കര തൃപ്തിയായി, അത് പറഞ്ഞാൽ അതിൽ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ 3 ദിവസം നമുക്ക് കൊറിയർ വിടാനും പറ്റിയില്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. 4ാമത്തെ ദിവസം അതിന് വേഗം നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില് ധാരാളം ആയുർവേദ മരുന്നുകളും റോസാപ്പൂവിന്റെ ഒറിജിനൽ എതളുകളും നിറയെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ്. അത്ര പ്രയോജനമുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്, എത്ര വെയിലടിച്ചാലും നമുക്ക് തിരിച്ചാ ഗ്ലോയും ആ പിഗ്മെന്റേഷനും ഒക്കെ മാറി നമുക്ക് നമ്മുടെ ഇത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതേപോലെയുള്ള നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ അതെല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് കുറെ പ്രൊഡക്റ്റ് തീർന്നിരിപ്പുണ്ട്. ഇനി മുന്നോട്ട് നല്ല ബിസിയാവും. ഈ 3 ദിവസം നമുക്ക് കൊറിയർ വിടാൻ പറ്റില്ല, ഒത്തിരി ഓർഡർ പെൻഡിങ് ഉണ്ട്. എന്നാലും വേണ്ടില്ല, ഇതൊരു പ്രശ്നം തന്നെയായിരുന്നു ഇവിടെ കേട്ടോ. എലിയൊക്കെ ഇങ്ങനെ മണ്ണെടുത്ത് നാശാക്കുന്നു. അപ്പൊ ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് സെൽഫായിട്ട് ഭയങ്കര തൃപ്തി തോന്നിട്ടോ. ഇനി കണ്ടിട്ട് നിങ്ങളും കൂടി പറയാൻ നന്നായോ എന്നൊക്കെ. പിന്നെ മഴ തുടങ്ങി കേട്ടോ. അങ്ങനെ ആ ഒരു 3 ദിവസം
ദൈവം സഹായിച്ച് മഴയില്ലാതെ നിന്നിട്ട് എനിക്ക് ആ വർക്കൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മള് സാധാരണ പോലെ തന്നെ കൊറിയർ പാക്കിങ്ങും നമ്മുടെ ജീവിതം എല്ലാം പഴയ നിലയിലേക്ക് തന്നെ വന്നു. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് അവിടെ എല്ലാ ചെടികളും ഡ്രോപ്പ് ചെയ്ത് മറിഞ്ഞു വീഴാതെ ഇരിക്കാൻ പാത്തിന് റെഡിയാക്കുന്ന നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. വയനാടൻ കറിമഞ്ഞൾ മുതൽ സ്പൈസസ് മുതൽ കിച്ചൺ ഐറ്റംസ് മുതൽ ഒത്തിരി സാധനങ്ങൾ. അങ്ങനെ അത് ആവശ്യമുള്ളവര് വാട്സപ്പ് നമ്പറിലേക്ക് പോരേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എത്ര കണ്ടാലും മതിയാവത്തില്ല, അത്രയും മിറ്റും വിശാലമാവുകയും ചെയ്ത് നല്ല ഭംഗി കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ ഇടിമിന്നലില്ലാത്തപ്പോ നമുക്ക് വരാതെ വന്ന് ഇത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. വെള്ളം വീഴുന്നതും ആ ഒരു ഭയങ്കര ഭംഗിയാണ്. കുറച്ചുകൂടി പച്ചപ്പ് കൂടിയ പോലെ കേട്ടോ. ഭയങ്കര അശ്വിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെയൊക്കെയാണ് വീട്ടുകാരെ. അപ്പൊ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതിയിടണം കേട്ടോ.